Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീമൂല നഗരത്ത് ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രകാശൻ എന്നയാളാണ് ഭാര്യ ജ്യോതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ശ്രീമൂല നഗരത്ത് ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു. പ്രകാശൻ എന്നയാളാണ് ഭാര്യ ജ്യോതിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച രാത്രി 11:30 സംഭവം ഉണ്ടായത്. അടിപിടിക്കിടയിൽ ജ്യോതിയുടെ വയറിനാണ് കുത്തേറ്റത്. ശ്രീമൂലനഗരം പഴവരാൻ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോളാണ്, ജ്യോതിയാണ്. പിന്നെ ഇന്നലെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ ഞങ്ങളൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ 9:30 വന്നപ്പോൾ വന്നു കഴിഞ്ഞ് ഒരു 10:30 അവളൊരു ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോള് വേഗം എഴുന്നേറ്റ് എന്നെയും വിളിച്ചു. ഞങ്ങൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒച്ച കേൾക്കണ്ട്. അപ്പോൾ അവൾ അയ്യോ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛനും എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിൽ കേട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവളെന്തോ ചെയ്യണ്ട്, തല്ലേ എന്തൊട്ട് കാണിക്കണമെന്ന് അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് സോമനാഥ സാറിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് 100-ലേക്ക് വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ 100-ലേക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പോലീസുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ചെന്നപ്പോഴാണ് അവളിങ്ങനെ ചോരയിൽ കിടക്കാണ്. അപ്പോഴാണ് സാറന്മാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നും പറഞ്ഞുകൊണ്ട് വേഗം ഞങ്ങൾ എടുത്ത് ഇവിടുത്തെ കാറിന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അപ്പോളയിൽ കൊണ്ടുപോയി. അപ്പോൾ സാറുമാർ ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ സാറുമാർ പറഞ്ഞ് കാഞ്ഞൂർ എല്ലാത്തിൽ ഇറക്കണ്ട, നമുക്ക് നേരെ അപ്പോളയിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ അപ്പോളയിലേക്ക് പോയി. അവിടെ ചെന്ന് വേഗം കണ്ടു. അപ്പോൾ അവർ പറയുന്നുണ്ട് പിന്നെ 5 കുത്തുകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഹാർട്ടിലേക്കോ കിഡ്നിയിലേക്കോ പോയിട്ടുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്ത് ഇന്നിപ്പോൾ ഓപ്പറേഷത്തിന് കയറ്റിയേക്കാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കുമെന്ന് അറിയാൻ പാടില്ല, വിളിച്ചിട്ടില്ല. ഇത്ര സംഭവം ഞങ്ങൾക്കറിയാം. ശ്രീമൂലകരമാണ് സ്ഥലം. ജ്യോതി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കുന്ന സമയത്താണ് വെറുതെ സൗണ്ട് പോലെയൊക്കെ കേട്ടിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ജനലക്കേക്കടെ നോക്കുന്ന സമയത്ത് പുള്ളി കത്തി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ കാരണം നമ്മളും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഒച്ച കേട്ട സമയത്ത് തന്നെ നമ്മൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വഴി കണ്ടെത്താൻ സമയത്തുണ്ട് അവിടെ എത്തിയതുകൊണ്ട് നമ്മൾ പോയി പുള്ളി അതിനിടയിൽ ബൈക്ക് എടുത്ത് കത്തിക്കതായിട്ട് ബൈക്ക് എടുത്തിട്ടൊന്ന് പുറത്തേക്ക് പോയായിരുന്നു. ആ പോയ സമയത്താണ് ഞങ്ങൾ പുറത്തിറങ്ങി പോലീസുകാരെ വിളിച്ചിട്ട് വന്നിട്ട് പുള്ളിനെ ഇതായത്. പിന്നെ പോലീസുകാർ വന്ന് നേരെ പുള്ളി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയെന്നിട്ട് പുള്ളിനെ കൊണ്ടുപോയി. അത് അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഈ കാറിൽ ജ്യോതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തന്നെ കൊണ്ടുപോയി. ഇവരുടെ വീട്ടിൽ പലപ്പോഴും തർക്കങ്ങൾ നടക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജ്യോതിയുടെ കരച്ചിൽ കേട്ടെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കുടുംബങ്ങൾക്ക് വേറെ ഒന്നുമല്ല, അവൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, ആരായിട്ട് സംസാരിക്കാൻ പാടില്ല, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ നോട്ടം ഭയങ്കര തുറപ്പിച്ച് നോക്കൽ, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ അവൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. അവൾക്ക് ഇത്തിരി പൈസ എങ്ങാണ്ട് ബാങ്കിലുണ്ടായി, അത് കിട്ടണം, അത് കൊടുക്കണം, നിൻ്റെ പാസ്ബുക്ക് താട്ടിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ബഹളമാണ്. അല്ലാണ്ട് വേറെ കൃത്യമായിട്ട് എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. ഇന്നിപ്പോൾ പിള്ളേർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാസ്ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ പൈസയുടെ കേസ് പറഞ്ഞിട്ടുള്ള ഇതുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിയുടെ അച്ഛൻ്റെ കുറച്ച് പൈസ അതായത് കിട്ടിയിട്ട പൈസ കുറച്ച് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ പുള്ളി ചോദിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത് വിറ്റ് പുള്ളിക്ക് പോകണം എന്നുള്ളൊരു സെറ്റപ്പൊക്കെയാണ് പുള്ളിയുടെ ഇതായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതിനകത്താണ് പുള്ളി കുത്തിയതെന്നാണ് പറഞ്ഞത്. കുത്തിയതും അതൊന്നും നമ്മൾ കണ്ടില്ല. അതൊക്കെ അവിടെ കിടക്കുന്ന സമയത്തായിരുന്നു കുത്തിയതെന്നാണ് നമ്മൾ ഇന്നലെ ജ്യോതി നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് അവർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജ്യോതി, പ്രകാശ്, പിന്നെ 2 പിള്ളേരാണുള്ളത്. പിള്ളേർ ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ 4 പേരാണ് അവിടെ ഉള്ളത്. പിന്നെ അച്ഛനും അവരൊന്നുമില്ല, കുറേ ആളൊന്നുമില്ല. സ്ഥിരം വെള്ളടിയല്ല, ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് വെള്ളമടിച്ചിട്ട് ഇപ്പം നമ്മളായിട്ടൊക്കെ
പുള്ളിക്ക് എന്തോ പ്രത്യേക വൈരാഗ്യമുള്ള പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.